ശ്രീ പി എസ് ശ്രീകുമാർ, അവഗണനയും അധിക്ഷേപവും അടിമത്തവും നേരിടുന്ന ഒരു ജനത, അവ തീരുമാനിക്കുന്നു കാശ്മീരിൻ്റെ ഭാഗമാകാൻ. നോക്കൂ, ഇപ്പം നടക്കുന്നത് ഒരു ആഭ്യന്തര കലാപം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇത് ഒരു മാറ്റത്തിൻ്റെ നാന്ദി കുറിക്കലായിട്ട് നമുക്ക് ഇതിനെ വിശകലനം ചെയ്യാൻ സാധിക്കുമോ? കഴിഞ്ഞ ഒരു 4-5 ദിവസം, എനിക്കൊന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ടാണ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളും അവിടുത്തെ വ്യാപാരികളും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആൾക്കാരും ഒരു സമരരംഗത്തെ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ അനിയന്ത്രിതമായ വിലക്കയറ്റം, അതുപോലെ ടാക്സ് മറ്റു പ്രദേശങ്ങളുള്ളതിനേക്കാളും, പാകിസ്ഥാനിലെ മറ്റു പ്രദേശങ്ങളുള്ളതിനേക്കാളും കൂടുതൽ ടാക്സ് ആണ് അവർ നിന്ന് ഈടാക്കുന്നത്. ഇതേപോലെയുള്ള തികച്ചും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നടപടികളാണ് പാകിസ്ഥാന്റെ ഭരണാധികാരികളിൽ നിന്ന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയുന്നതായിരിക്കും ശരി, പിന്നെ നമ്മുടെ പാർട്ടീഷന് ശേഷം എന്ന് പറയുന്നതായിരിക്കും ശരി, 1947 ശേഷം കാശ്മീരിലെ ജനത, പാകിസ്ഥാന്റെ കീഴിലുള്ള കാശ്മീരിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിവ് ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പാകിസ്ഥാനിലെ ഗവൺമെന്റ് അതിനെ അടിച്ചമർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതും എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് അവിടെ വെടിവെപ്പ് ഒക്കെ ഉണ്ടായി. 2 പേര് വെടിവെപ്പ് മരിച്ചു. ഒരു പോലീസുകാരനും ഒരു സെക്യൂരിറ്റി ഉള്ള ഒരാൾ മരിച്ചു, ഒരു പബ്ലിക്കിലുള്ള ഒരാൾ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റലുകളായി. അപ്പം അതിരൂക്ഷമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രക്ഷോഭം രംഗം ഇനി കൂടുതൽ കർക്കശമാക്കാൻ പോകുന്നതാണ് അവാമി ആക്ഷൻ കൗൺസിലുകാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വ്യാപാരികളുടെ സംഘടനകളും അനൗൺസ് ചെയ്തിട്ടുള്ള അങ്ങനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, പാകിസ്ഥാനെ പോലെ ഒരു മിലിറ്ററി കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണ സംവിധാനത്തില് ഒരു ജനതയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ? കുറെ ദിവസങ്ങളൊക്കെ അവർ പിടിച്ചു നിൽക്കുമായിരിക്കും. പക്ഷെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇപ്പൊ നമുക്ക് മറ്റുള്ളവർക്കാർക്ക് ഇപ്പൊ അതിനകത്ത് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പം പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രമേ ഇപ്പൊ അത് വരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തിനും അങ്ങോട്ട് കയറി ഇടപെട്ട് അത് സഹായിക്കാൻ ഉള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തില് സൈന്യത്തിന്റെയും മറ്റ് സെക്യൂരിറ്റി സംവിധാനത്തിന്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്താനായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. പക്ഷെ നമുക്കറിയാം, ഈ ആസാദ് കാശ്മീർ എന്നാണ് പാകിസ്ഥാൻകാർ പറയുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞ കുറെ നാൾ, എനിക്ക് 2006 തോന്നുന്നു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യ ഡയറക്ടർ ആയിരുന്ന ബ്രാഡ് ആഡംസ് പറഞ്ഞിട്ടുണ്ട്, ആസാദി എന്നുള്ള പേരേ ഉള്ളൂ, അവിടെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അതേസമയം നമ്മുടെ ഇന്ത്യയുടെ കീഴിലുള്ള ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾ നമ്മുടെ മറ്റു സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ പോലെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ആ ഒരു വ്യത്യാസം പാകിസ്ഥാനിന്റെ കീഴിലുള്ള ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള ജനത കാണുന്നുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി, പണ്ടൊക്കെ അതൊക്കെ അവർക്ക് കാണിക്കാതിരിക്കാമായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ വളർന്നുകൂടി അതൊക്കെ ഒളിച്ചു വെക്കുവാൻ പാകിസ്ഥാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. അപ്പം ഇന്ത്യയിലെ ജനങ്ങള് അനുഭവിക്കുന്ന, അല്ലെ ഇന്ത്യയിലെ തന്നെ അവരുടെ തന്നെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള അഭിവാഞ്ചം അവർക്കുണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോഴേ അവർക്ക് ഊതി അണയ്ക്കുവാൻ സാധിക്കുമായിരിക്കും കുറെ ദിവസത്തെ ശ്രമത്തിന്റെ ഫലമായിട്ട്. പക്ഷെ അധിക നാൾ അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. പിന്നെ ഈ നേരത്തെ ശ്രീനിവാസ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ 1971 ഷിംല കരാറില് നമ്മൾ LOC അംഗീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് ബലം പ്രയോഗിച്ച ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോൾ സാധിക്കത്തില്ല. യുണൈറ്റഡ് നേഷൻസിന്റെ, ഐക്യരാഷ്ട്രസഭയുടെ മുൻപിൽ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ സമാധാനപരമായ ചർച്ചകളിൽ കൂടിയേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, നമുക്ക് ഒത്തുതീർപ്പെത്തിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഏതായാലും ഈ ഒരു പ്രക്ഷോഭം, ഇപ്പൊ നടക്കുന്ന പ്രക്ഷോഭം കുറെ ദിവസങ്ങളോട് കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ അവരുടെ അടിച്ചമർത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള അവരുടെ ശ്രമമാണ്. ശ്രീനിവാസൻ സാർ, ഭാരതവും പാകിസ്ഥാനും തമ്മിൽ കരാറുകളുണ്ട്, ഉടമ്പടികളുണ്ട്. പക്ഷേ അവ ലംഘിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സമാധാനപരമായ ഒരു ചർച്ചയിലൂടെ നമുക്ക്
ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ? അതോ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനതയുടെ ആഗ്രഹം തീവ്രമാകുന്നു, അഭിവാഞ്ച തീവ്രമാകുന്നു, അതിൻ്റെ തുടക്കമായിട്ടാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജനത, POK ജനത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം സാധ്യമാക്കാൻ, സഫലമാക്കാൻ കരുത്തുറ്റ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇത് സാധിക്കില്ലേ? അതോ ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാവാതെ വളരെ സമാധാനപരമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സന്നദ്ധമാവുമോ? ഈയിടെ എൻ്റെ സുഹൃത്തും IFSൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ദിനകർ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു ഫോറിൻ സർവീസ് ഓഫീസർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായി, ഫർഗോട്ടൺ കാശ്മീർ എന്ന് പറഞ്ഞിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, നമ്മളെല്ലാം വായിച്ചിരിക്കേണ്ടതാണ്. അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ വായിച്ചത് പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഈ ഗിൽഗിത് ബാൾട്ടിസ്ഥാനിലുള്ളതും ഇപ്പോൾ POKയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നാളെ അവിടെ വ്യത്യാസം വരാം. ഇപ്പോൾ ചൈനക്കാർക്ക് അവിടെ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. അവിടെ കൂടെ കോറിഡോർ ഉണ്ടായിരുന്നു, ബിനി പറഞ്ഞതുപോലെ. ആ കോറിഡോറിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ചൈനക്കാർ നമ്മളോട് BRIയിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഇത് ഇന്ത്യൻ രാജ്യത്തിലൂടെ ഇന്ത്യയെ സോവറിനിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലാണ് ഈ BRI ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ കോറിഡോർ കടന്നു പോകുന്നത് നമ്മുടെ സ്ഥലത്തൂടെയാണ്. അപ്പോൾ നമ്മളത് വളരെ ശക്തമായി പറഞ്ഞു. എന്നിട്ട് ഒരു കൺസെഷൻ കൂടെ കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നു. ആ കോറിഡോർ നിങ്ങൾ മാറ്റുക, വേറൊരു വഴിക്കാക്കുക. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ കൂടെ അല്ല എങ്കിൽ ഞങ്ങളതിനെ കൺസിഡർ ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്ത്യ പറഞ്ഞു. എന്നിട്ട് അവർ ചൈനയും പാകിസ്ഥാനും അതിനെ വളരെയധികം എതിർത്തു. കാരണം അവരുടെ സോവറിനിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇന്ത്യ BRI ചേർന്നില്ലെങ്കിൽ പോലും ഇതുപോലെ ഒരു മാറ്റം വരുത്താൻ ചൈനയും പാകിസ്ഥാനും തയ്യാറായില്ല. അപ്പോൾ അവർക്ക് അറിയാം ഇത് എത്ര സെൻസിറ്റീവാണ്. ഇപ്പോൾ ദിനകർ ശ്രീവാസ്തവയുടെ പുസ്തകം വായിച്ചാൽ നമുക്കറിയാവുന്നത്, ഒരു തരത്തിലും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പോകാൻ കഴിയുന്ന സാംസ്കാരികമായിട്ടോ റിലീജിയസ് ആയിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥലമാണിത്. കാരണം അന്ന് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിനെ വിമോചിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഗിൽഗിത് ബാൾട്ടിസ്ഥാനും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാകാൻ സാധ്യമാകുമായിരുന്നു. അവരൊരിക്കലും പാകിസ്ഥാൻ്റെ കൂടെ പോകുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു കോൺഷ്യൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളാണ് അവരെ പാകിസ്ഥാനുകാരാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷനിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ നല്ല സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്ലെബിസൈറ്റ് നടത്താൻ നമ്മൾ തയ്യാറായിരുന്നു. പക്ഷെ നമ്മൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? UN വെച്ചിരുന്ന മറ്റ് കണ്ടീഷൻസ് ഒന്നും പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ പ്ലെബിസൈറ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ UN റെസൊല്യൂഷൻ പറയുന്നത് ആദ്യം പാകിസ്ഥാൻ ഈ ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ വിഡ്രോ ചെയ്യണം, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അവിടെ സ്ഥാപിക്കണം, അതിനുശേഷമാണ് പ്ലെബിസൈറ്റ്. പക്ഷേ UN റെസൊല്യൂഷൻസ് വായിക്കുന്നവരാരും ആദ്യത്തെ 2 ഭാഗങ്ങൾ വായിക്കാതെയാണ് ഇന്ത്യ എന്തുകൊണ്ട് ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. അത് മാറിയേ പറ്റൂ, അത് മാറുകയും ചെയ്യും. ഈസ്റ്റ് തിമോറിൻ്റെ കഥ നമുക്കറിയാമല്ലോ. വളരെ നീർന്ന ഒരു പ്രശ്നമായിരുന്നു ഇന്തോനേഷ്യയുടെ ആധിപത്യം അവിടെ. നമ്മൾ ഇന്തോനേഷ്യയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവൻച്വലി വാട്ട് ഹാപ്പൻ, അവർക്ക് സാംസ്കാരികമായിട്ടോ ശാസ്ത്രീയ ജോഗ്രഫിക്കലായിട്ടോ ബന്ധമില്ലാത്ത സ്ഥലങ്ങൾ തീർച്ചയായും പുറത്ത് വന്നേ കഴിയുള്ളൂ. അതിനനുസരിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ പോലെ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിന് കൂടുതൽ പ്രചാരം കൊടുക്കണം, ജനങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് POK എന്നുള്ളത്. അവരത് വിചാരിച്ചിരിക്കുന്നത് അവിടെ സീസ് ഫയർ ലൈൻ വന്നപ്പോൾ അപ്പുറത്തുള്ളത് മുഴുവൻ പാകിസ്ഥാനാണെന്ന്. അങ്ങനല്ല യഥാർത്ഥത്തിലുള്ള സ്ഥിതി. അതുകൊണ്ട് മോറലി ഇറ്റ് ഈസ് ജസ്റ്റിഫയബിൾ. പക്ഷേ അതിൻ്റെ സ്റ്റേജസിൽ കൂടെ പോകണം. ഇപ്പോഴത്തെ ഇൻറ്റേർണൽ റെവല്യൂഷൻ സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ, അവരുടെ ആവശ്യം സ്വാതന്ത്ര്യമാണെങ്കിൽ അവിടെ സാധ്യതകൾ തീർച്ചയായിട്ടുമുണ്ട്.
പക്ഷേ ബോംബൊന്നും പേടിച്ചിട്ടല്ല നമ്മളിത് ചെയ്യാതിരിക്കുന്നത്. ഇപ്പം മണിശങ്കർ അയ്യർ പറയുന്ന പാകിസ്ഥാന് ബോംബുണ്ടെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അതൊരു പ്രശ്നമേ അല്ല, അതിന് നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ ചരിത്രത്തിൻ്റെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് വരിക തന്നെ ചെയ്യും. ഫ്രഞ്ച് റെവല്യൂഷൻ പോലും ഒന്ന് ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായതല്ലല്ലോ. അപ്പോൾ അതുപോലുള്ള റെവല്യൂഷൻ ഇനിയും വരാം പല ഭാഗങ്ങളിലും. അപ്പോഴായിരിക്കും ഈ ചരിത്രപരമായ തെറ്റുകൾ തിരുത്തപ്പെടുക. ഇത് കേണലിന് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താണ്? ഇപ്പോൾ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വരുന്നുണ്ട്, തിരിച്ചു പിടിക്കുമെന്ന്. അതിന് പ്രായോഗികമായിട്ടുള്ള എന്ത് സമീപനമാണ് കൈക്കൊള്ളേണ്ടത്? ശ്രീ അനിൽ, ഞാൻ അതിനൊരു വ്യത്യസ്തമായിട്ടൊരു ഉത്തരം പറയുകയാണെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം, ഒരു സ്ഥലത്തും ഒരു പ്രക്ഷോഭവും തന്നെത്താൻ വരാറില്ല. അതിന്റെ ബാക്കിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പൊ എല്ലാം അവരവരുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റ്. അതെനിക്കറിയാം, അംബാസിഡർ ശ്രീനിവാസൻ സാറിനെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കറിയാം, നമ്മളെ രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും നമ്മുടെ അടുത്ത് മാത്രം ഇങ്ങനത്തെ രീതിയിൽ മറ്റും ചെയ്തിട്ട് നമുക്ക് തിരിച്ചങ്ങനെ ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വില്ലോ ഇല്ലാതിരിക്കത്തില്ലല്ലോ. നമ്മൾ 1971 ബാംഗ്ലാദേശ് ഉണ്ടായത് എങ്ങനെയാണ്? ബാംഗ്ലാദേശ് ഉണ്ടായതിനു മുമ്പ് മുക്തി ബാഹിനിയെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു, നമ്മൾ ടൈം എടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിലിറ്ററി ലോഞ്ച് ചെയ്തു. അപ്പം അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് പ്രാക്ടിക്കലായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനൊക്കെ സ്ട്രാറ്റജിക് ആയിട്ട് ലോങ് ടേം പ്ലാനിങ് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ് ഇപ്പം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നേരത്തെ അംബാസിഡർ ശ്രീനിവാസൻ സാർ പറഞ്ഞതിനകത്ത് ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യാണ്. ഇതൊരു 1 day അഫെയർ അല്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് പതുക്കെ മാത്രമേ നടക്കത്തുള്ളൂ. മിലിറ്ററി ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിരിക്കും. ഏറ്റവും അവസാനമായിരിക്കും മിലിറ്ററി ഇതിനകത്ത് ഇൻവോൾവ് ആവുക. അതിനു മുൻപ് ഈ ഇന്റേണൽ ആയിട്ടുള്ള ഈ ഒരു പ്രഷർ കുക്കർ പോലെ ഇത് ബിൽഡപ്പ് ആയി വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം സാധാരണക്കാരെ മനുഷ്യരുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് അടിച്ചമർത്താനോ കുറച്ചൊക്കെ അവർക്ക് ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിലും അത് എല്ലാ കാലത്തേക്കും അവർ അടിച്ചമർത്താൻ പറ്റില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നാളെ അവർ വലിയൊരു രീതിയിലേക്ക് പ്രക്ഷോഭവും വേണ്ടി വന്ന ഒരു ഇൻസർജൻസിയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ട്. ഒന്ന്. രണ്ടാമത് നമ്മൾ വേറൊരു വിഷയം ഇതിന്റെ കൂടെ തന്നെ കാണണം ഷിയാനിൽ. അതായത് പാകിസ്ഥാന്റെ മറ്റ് പല ഏരിയയിലും ഇതേപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് പഷ്തൂൺ ആയാലും ശരി, ബലൂച്ച് ആയാലും ശരി. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാന്റെ സ്ഥലത്ത്, ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാനിലാണെങ്കിൽ ഷിയ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ അവരുടെ ഈ മതനിന്ദ നിയമം വെച്ച് വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ വേറൊരു ഡൈനാമിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബി മുസ്ലിംസിന്റെ ഇടയ്ക്ക് തന്നെ വലിയ രീതിയിലൊക്കെ ഉള്ള ഈ പാകിസ്ഥാൻ ആർമിയിലുള്ള ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റേണൽ ക്രൈസിസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പം എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ നടക്കുന്നതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ ബലൂചിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രീ നരേന്ദ്രമോദിജി ഒരു പ്രാവശ്യം അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒറ്റ മെൻഷനിൽ തന്നെ എന്തുമാത്രം റിപ്പർക്കഷൻസ് ആണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അപ്പം അവിടെ ഇതിനെക്കാട്ടി വലിയൊരു പ്രശ്നം അവിടെ ആംഡ് റെസിസ്റ്റൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി അവിടെ പാകിസ്ഥാൻ ആർമി കാഷ്വാലിറ്റീസ് കിട്ടുന്ന ഒരു ഏരിയയാണ് ബലൂചിസ്ഥാൻ. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ള ഒരു അവരുടെ സൈന്യം തന്നെ ഉണ്ട്. അപ്പൊ അവരവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഫൈറ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻസിന് വേണ്ടിയാണ്. അപ്പം പഷ്തൂണിന്റെ ഭാഗത്തായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളുണ്ട്. അവർ അഫ്ഗാനിസ്ഥാനും ചേർന്നിട്ട് അവർക്കൊരു പഷ്തൂനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഏരിയ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിന്ധ് ദേശം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഏരിയയിൽ ഒരു വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പൊ പല പല പ്രശ്നങ്ങൾ പാകിസ്ഥാനുള്ളിൽ നടക്കുന്നുണ്ട്. ഇവരെയൊക്കെ യോജിച്ചുകൊണ്ട് നിന്നത്, ഏറ്റവും ശക്തമായിട്ട് നിന്നത് പാകിസ്ഥാൻ ആർമിയാണ്. ആ പാകിസ്ഥാൻ ആർമി ഇന്ന് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ പാകിസ്ഥാൻ പാരാമിലിറ്ററി ഫോഴ്സസും പോലീസിന് അഗേൻസ്റ്റ് ആയിട്ട് കല്ലേറ് നടക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷം മെയ് 19 പാകിസ്ഥാൻ ആർമിയുടെ ഒരു കോർ കമാൻഡറിന്റെ വീട്ടിൽ സാധാരണക്കാര ആളുകൾ കയറി വന്ന് അവരെ കംപ്ലീറ്റ് ആ ഹൗസ് റെയ്ഡ് ചെയ്തിട്ട് പോയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് അവിടുത്തെ ആളുകൾ തന്നെ പറഞ്ഞ് ഇന്ത്യൻ ആർമി ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം ഇന്ത്യൻ ആർമി ചെയ്തില്ലെങ്കിൽ തന്നെ പാകിസ്ഥാന്റെ ആളുകൾ പാകിസ്ഥാൻ ആർമിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചെയ്ത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പാകിസ്ഥാൻ ഒരു ഹൈലി ഡീസ്റ്റേബിലൈസ്ഡ് ഉള്ള ഒരു കൺട്രി ആയിട്ട് മാറിയിരിക്കുന്നു.
അതിന്റെ കാരണം പാകിസ്ഥാൻ ആർമി ഇന്ന് വളരെ വീക്കാണ്. അവരുടെ എക്കോണമി വളരെ താഴ്ന്ന വളരെ വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് വളരെ IMF ലോൺ ഒന്നും ഇല്ലെങ്കിൽ തീർന്നു അവിടെ. അവർക്ക് 5, 8, 10 ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റിസർവ്സ് ആയിട്ടൊക്കെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ മറ്റ് പ്രദേശത്ത് ഇങ്ങനത്തെ പ്രശ്നം നടക്കുമ്പം, അതായത് അവരവരെ രീതിയിലേക്ക് അവർക്ക് മാറാൻ ഉള്ള ഒരു പവർ കിട്ടുകയാണെങ്കിൽ, ഒരു മൊമെന്റം കിട്ടുകയാണെങ്കിൽ, ബലൂചിസ്ഥാൻ വേറൊരു രീതിയിലേക്ക് പോവുകയാണ്, പഷ്തൂനിസ്ഥാൻ വേറൊരു പോവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരും ആ ഒരു രീതിയിലേക്ക് പോകാം. അവിടെ ആ സമയത്ത് അത് എപ്പോൾ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, 5 വർഷം 10 വർഷം ഐ ഡോണ്ട് നോ. ആ സമയത്ത് ഡെഫിനറ്റ്ലി മിലിറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ മിലിറ്ററി ഓപ്ഷൻസ് ചെയ്യാൻ കരുത്തും കഴിവും ഉള്ള ഒരു സൈന്യം തന്നെയാണ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ഇത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല ശ്രീ അനിൽ, ബട്ട് ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. ആ പ്രോസസ് ഓൾറെഡി സ്റ്റാർട്ടായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലേ? ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ ഇത് പിന്നെയും നീണ്ടുപോകും. അതെ, അബ്സല്യൂട്ട്ലി. ഇത് ഇപ്പം റൈറ്റ് ടൈം തന്നെയാണ്. അതുകൊണ്ട് കാരണം നമ്മളിപ്പം ഇപ്പൊ ആർട്ടിക്കൽ 370 ഒക്കെ മാറ്റിയത്, കശ്മീർ ഇപ്പം സ്റ്റേബിൾ ആണ്. കുറച്ചൊക്കെ അവിടെ വയലൻസ് നടന്നുകൊണ്ടിരിക്കും, കാരണം അവരത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടലും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം പാകിസ്ഥാന്റെ ഐഡന്റിറ്റിയാണ് അതിനകത്താണ് നിൽക്കുന്നത്. കശ്മീർ കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആയി എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ അവർക്ക് പാകിസ്ഥാൻ ആർമിക്ക് ഉള്ള നിലനിൽപ്പും കൂടെ പോകും. അപ്പം ബൈ ആൻഡ് ലാർജ് കശ്മീർ ഇപ്പൊ സ്റ്റേബിൾ ആണ്. കശ്മീരിൽ ഒരു ഇപ്പൊ തന്നെ ഇലക്ഷൻസിന്റെ ഇന്നലെ മെനഞ്ഞതൊക്കെ നമ്മൾ റിപ്പോർട്ട്സ് കാണുന്നുണ്ട്. രാത്രി വരെ എന്ത് മനോഹരമായിട്ടാണ് അവിടെ ക്യാമ്പയിനിങ് നടക്കുന്നത്. അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പോയി ഒമർ അബ്ദുള്ളയൊക്കെ ഇരുന്ന് ജീപ്പിന്റെ പുറത്തൊക്കെ ഇരുന്ന് വളരെ, ഞാനൊക്കെ കണ്ടിട്ടുള്ള ആ ഏരിയയിലൊന്നും ഒരിക്കലും 6 മണി കഴിഞ്ഞ് ആരും പോകാൻ പറ്റാത്ത ഏരിയ ആയിരുന്നു. ഇപ്പം വളരെ ശാന്തമായിട്ട് ഓപ്പൺ ജീപ്പിൽ രാത്രിയൊക്കെ ഒമർ അബ്ദുള്ളയൊക്കെ ക്യാമ്പയിനിങ് ഒക്കെ ചെയ്യുന്ന വളരെ നല്ല രീതിയിലുള്ള ഇലക്ഷൻ പ്രോസസ് ശ്രീനഗറിൽ പോലും നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് that there is ഒരു ഡിസ്കണ്ടന്റ് പാക് കശ്മീരിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതിന്റെ വിഷ്വൽസ് വരുന്നത് നമ്മുടെ കശ്മീരിൽ നിന്നാണ്. അവിടുത്തെ ഡെവലപ്മെന്റ്, അവിടുത്തെ ഇലക്ഷൻ പ്രോസസ്, അവിടുത്തെ ടൂറിസം, 2 കോടിയുടെ മുകളിൽ ആളുകളാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നാച്ചുറലി ഒരു സാധാരണക്കാരൻ ഒരാള് അവർക്ക് ഫ്രസ്ട്രേഷൻ വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫ്രസ്ട്രേഷൻ ജെന്യുവൻ ആണ്. ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ ആളുകളുടെ തന്നെയാണ്. ആ ഫ്രസ്ട്രേഷന് നമുക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് മുമ്പും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുക തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രീകുമാർ സാർ, സപ്പോസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് POK മോചിപ്പിക്കാൻ തീരുമാനിക്കുന്നു, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട് എന്തായിരിക്കും? ഇപ്പം നോക്കൂ, മണിശങ്കർ അയ്യരെ പോലുള്ളവർ പാക് അനുകൂല പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നു. ഇപ്പോൾ നമ്മുടെ കേജ്രിവാളിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ആഹ്ലാദിച്ചത് പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ആ തീരുമാനത്തെ വലിയ ആഹ്ലാദമാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ അടിക്കടി ഇത്തരത്തിലുള്ള പാക് അനുകൂല പരാമർശങ്ങൾ ഉണ്ടാകുന്നു, പാകിസ്ഥാനോടുള്ള പ്രേമം കൂടുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണ് POKയെ മോചിപ്പിക്കാൻ, രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട് എന്തായിരിക്കും? അവർ അനുകൂലിക്കുമോ ഇതിനെ? അല്ല, അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ ഈ G20 ശേഷം നമ്മൾ കാണുന്നത് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പരിപാടികളാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, പ്രൈസ് ഫോർ സക്സസ്, വിജയത്തിൻ്റെ വില നമ്മൾ കൊടുക്കുകയാണ്. എന്താണ് നമ്മുടെ കനഡിയൻ പ്രധാനമന്ത്രി ചെയ്തത്? G20 കഴിഞ്ഞിട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ പോയി പറഞ്ഞത് ഇന്ത്യ അവരുടെ പൗരന്മാരെ വധിക്കുന്നു എന്നാണ്. അങ്ങനൊരു കേസ് ഒരിക്കലും മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് വരുന്ന ഈ വളർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള രാജ്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മൾ വാഷിങ്ടൺ ടൈംസോ ന്യൂയോർക്ക് ടൈംസോ വാഷിങ്ടൺ പോസ്റ്റോ വായിച്ചാൽ തോന്നും നമ്മളെല്ലാം ജയിലിലാണ്, ഇവിടെ സ്വാതന്ത്ര്യമില്ല, ആർക്കും ആരെ പറ്റിയും പറയാനില്ല. ഇതൊക്കെ എഴുതുന്ന ആരാണ്? നമ്മുടെ ആളുകൾ തന്നെയാണ് എഴുതുന്നത്. അമേരിക്കൻ പത്രങ്ങളിൽ എഴുതുന്നുള്ളൂ. അപ്പോൾ ശരിയായ ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. ഈ ഗവൺമെൻറ് തിരിച്ച് അധികാരത്തിൽ വരുന്നതിനെതിരായി ഒരു ക്യാമ്പയിൻ തന്നെ ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്, അവർക്ക് എന്താണ് ഇവിടെ താല്പര്യം? ശ്രീ നരേന്ദ്രമോദിയെ എത്രമാത്രം പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷം പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്? ആ മാറ്റം യഥാർത്ഥത്തിൽ ഒരു വിജയത്തിൻ്റെ വില എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ മാറും. അവർ വീണ്ടും ഇന്ത്യയെ അംഗീകരിക്കും, ഇന്ത്യയുടെ നേതൃത്വം സ്വീകരിക്കും. കാരണം അത്രയ്ക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു റെഷീം ചേഞ്ച് വരണമെന്നുള്ള താല്പര്യം വിദേശ രാജ്യങ്ങൾക്ക്, വിശേഷിച്ചും നമ്മുടെ സുഹൃത്തുക്കളായ അമേരിക്ക പോലുള്ളവർക്കുണ്ട് എന്ന് കാണുന്നതിലാണ് നമ്മൾ അതിശയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വിജയത്തിൻ്റെ വില എന്ന് കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മാറി വരികയും നമുക്ക് ഈ ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് സമയമെടുക്കും. പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തേണ്ടി വരും. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ കാശ്മീർ ഇഷ്യൂ തന്നെ മനസ്സിലാകാതെയാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പോയി POK കൂടെ എടുത്താൽ എത്രമാത്രം പ്രശ്നമായിരിക്കും അത് ഡിപ്ലോമാറ്റിക്കായിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പക്ഷേ അത് തന്നെയായിരിക്കും ഒരു ഇവൻച്വൽ ഔട്ട്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിംല കരാറിലൊരു പൊളിച്ചെഴുത്ത് അത് എങ്ങനെയാണ് സാധ്യമാവുന്നത്? അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തായിരിക്കും? അത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമോ? അല്ല, പാകിസ്ഥാൻ സിംല കരാർ ഒരു കാര്യം ഇല്ല എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. കാരണം അവർ സിംല എഗ്രിമെൻറ്റിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ LOC റീറൈറ്റ് ചെയ്തു. അന്ന് ഭുട്ടോ അത് ഒപ്പിടാതെയാണല്ലോ. സിംല കരാർ ഒപ്പിട്ടെങ്കിലും പക്ഷേ ആ ഭാഗം LOCയെ പറ്റിയുള്ള ഭാഗം ഒപ്പിടാതെയാണ് അദ്ദേഹം പോയത്. ഞാൻ അവിടെ പോയാൽ എന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് മിസസ് ഗാന്ധി വേണ്ട, നിങ്ങൾ പോയിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം സൈൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ മാപ്പ് തയ്യാറാക്കിയതാണ് LOCയിൽ. അപ്പോൾ അത് ഒപ്പിടാതെ അദ്ദേഹം പോയത് കൊണ്ടാണ് അന്ന് നടക്കാത്തത്. ഇപ്പോഴവർ പറഞ്ഞ സിംല അഗ്രിമെൻ്റ് എന്നൊരു കാര്യമില്ല, ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അതൊരു സിംല അഗ്രിമെൻറ്റ് ബൈ ഇറ്റ് സെൽഫ് വിൽ നോട്ട് ബി ഒരു ഹിൻഡ്രൻസ് ആവണമെന്നില്ല. കാരണം അവർ തന്നെ പറയുന്നുണ്ട് സിംല അഗ്രിമെൻ്റ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു ഓവറോൾ സെറ്റിൽമെൻറ്റ് ഓഫ് കാശ്മീർ വന്നേ സംഭവിക്കുകയുള്ളൂ, വരേണ്ടതാണ്. അത് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശരിയാവുക. അതിനുവേണ്ടി ഉള്ള ധൈര്യവും ശക്തിയും ഇന്ത്യക്ക് ഉണ്ടെന്ന് താനും. അതുകൊണ്ട് നമുക്ക് ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. പ്രശ്നങ്ങൾ വളരെ വലുതാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാവുക തന്നെ ചെയ്യും. യെസ്, എനിക്ക് ശ്രീകുമാർ സാറിൻ്റെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട്. അതായത് POK മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തെ പ്രതിപക്ഷ കക്ഷികൾ സ്വാഗതം ചെയ്യുമോ, അതോ നിലവിലുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ചില പരാമർശങ്ങൾ, നേരത്തെ മേജർ രവി പറഞ്ഞു പാകിസ്ഥാൻ്റെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന ചിലരൊക്കെ ഉണ്ട് എന്ന്, ആ ഒരു പശ്ചാത്തലത്തിൽ ഭാരതത്തിൻ്റെ ഐക്യം, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ യോജിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നു, അത് നടപ്പിലാക്കാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. അതിനെ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ ഇടപെടുക, എങ്ങനെയായിരിക്കും സമീപിക്കുക? നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാത്രമല്ല, ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ളത് ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് നിൽക്കും. എല്ലാ കാര്യവും ഇതേ നിന്നിട്ടുള്ള അങ്ങനെയാണ്. ആദ്യത്തെ ഇപ്പൊ 3 പാകിസ്ഥാൻ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് ചൈനയുമായിട്ടുള്ള യുദ്ധം നടന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ കാർഗിൽ യുദ്ധം. പക്ഷേ രേവന്ത് റെഡ്ഡിയെ പോലുള്ളവർക്ക് ഇപ്പോഴും സംശയമാണ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ രേവന്ത് റെഡ്ഡിയെ പോലെ, തെലങ്കാന മുഖ്യമന്ത്രിയെ പോലുള്ളവർക്ക് ഇപ്പോഴും സംശയമാണ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ ഇല്ലയോ എന്നൊക്കെ. അല്ലൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയും, അത് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാക്കുന്നില്ല. അതിന് ഒരു സംശയമില്ലാത്ത കേസാണ്. ഇപ്പം കേജ്രിവാൾ തന്നെ കഴിഞ്ഞ ദിവസം പറയണ്ടായി. ഇപ്പൊ ചൈനയുടെ കയ്യിലിരിക്കുന്ന, ചൈന നമ്മുടെ കയ്യിൽ നിന്നും പിന്നെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഭാഗം മോചിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും ഇല്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ഇന്ത്യ അലയൻസ് പിന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുമെന്ന് അദ്ദേഹം ഏകോപക്ഷമായിട്ട് പറഞ്ഞാണ്, മറ്റുള്ളവരായിട്ട് ആലോചിക്കാതെ പറഞ്ഞാണ്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും ഇന്ത്യക്ക് ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയെ കുറയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനം പോകുന്ന രീതിയിൽ ഒരു നടപടിയും എടുക്കത്തില്ല. ഇപ്പം നമ്മുടെ മണിശങ്കർ അയ്യരുടെ കാര്യം പറഞ്ഞു. മണിശങ്കർ അയ്യരുടെ കാര്യം അദ്ദേഹം ഈയിടെ എന്ന് പറഞ്ഞല്ല, അത് ഇപ്പം അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അതിനെനിക്കൊന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗമാണ് അദ്ദേഹം. കോൺഗ്രസ് പാർട്ടിയുടെ അധികാരികൾ തന്നെ അത് തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ
നമുക്ക് ബലം പ്രയോഗിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു സംശയം. നമ്മൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പം സാഹചര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാശ്മീരിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ബംഗ്ലാദേശിലെ പോലെയോ ഒന്നും അല്ല. കാശ്മീരിൽ ഇപ്പോഴും 55% സ്ഥലമാണ്, ടെറിട്ടോറിയൽ സ്ഥലമാണ് ഇന്ത്യയുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. 30% ഇരിക്കുന്നത് പാകിസ്ഥാന്റെ ഓക്യുപ്പൈഡ് കാശ്മീരായിട്ട് ഇരിക്കുന്നത്. ബാക്കി 15% ഇപ്പോഴും ചൈനയുടെ കയ്യിൽ ഇരിക്കുകയാണ്. കാരക്കോണം, ആ ഹൈവേ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അക്സായി ചിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ ചൈനയുടെ ഇരിക്കുകയാണ്. അപ്പൊ അത്ര എളുപ്പമാകത്തില്ല. നമ്മളെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നമുക്കൊരു ക്ഷീണം വരാത്ത രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിൽ കൂടെ പോകാൻ പറ്റുന്നതല്ല. നയതന്ത്ര തലത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തതിന് ശേഷം അങ്ങനെ ബുദ്ധിപൂർവ്വം പോകേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരു വികാരത്തോടു കൂടി സമീപിക്കേണ്ട പ്രശ്നമല്ലത്. കേണൽ ഡിനി, ചോറിവിടെയും കൂറ് അവിടെയുമായി കഴിയുന്നവരില്ലേ അല്ലേ? അങ്ങനെയുള്ള ചില വിധ്വംസക ശക്തികൾ ഉള്ള കാലത്തോളം ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ ഉറപ്പാക്കാൻ പറ്റുമോ ഈ വിഷയത്തിൽ? നമുക്ക് ഏതൊരു രാജ്യത്തിലായാലും ചെയ്യാനല്ല ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഹൈലൈറ്റ് പറയാൻ കാരണം, നമ്മുടെ രാജ്യത്ത് എപ്പോഴും പ്രത്യേകിച്ച് ചില രാഷ്ട്രീയക്കാർ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. നേരത്തെ ശ്രീ അംബാസിഡർ ശ്രീനിവാസൻ സാറും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. അതായത് വെസ്റ്റേൺ മീഡിയയിൽ നമ്മളെ ഇവിടെ മൈനോറിറ്റീസിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുന്നു, ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വളരെ കുറവാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പം പാകിസ്ഥാനിലെ അവരുടെ കൺട്രോളിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ ഇപ്പൊ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളെ ഇവിടുത്തെ മീഡിയ പോലും അത് വലിയ രീതിയിലുള്ള ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കശ്മീരിൽ ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാൽ തന്നെ ഏറ്റവും വലുതായിട്ട് കാണിക്കാൻ നിൽക്കുന്ന ആളുകൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ നമ്മുടെ ഭാഗമായിട്ടുള്ള കശ്മീരിൽ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പം അതിന് ഒരു ആ രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെയാണ് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഞാൻ ശ്രീകുമാർജി പറഞ്ഞതിനകത്തുള്ള അതിനകത്ത് യോജിക്കുന്നു. അതായത് ഒരു യുദ്ധമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ രാഷ്ട്രത്തിന്റെ പൊതുവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ സാധാരണക്കാർ എപ്പോഴും സൈന്യത്തിന്റെ കൂടെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ കൂടെയും കാണും. ചില രാഷ്ട്രീയക്കാർ അവരവരുടെ താല്പര്യത്തിന്, അത് ചിലപ്പോൾ മതപരമായിട്ടുള്ള താല്പര്യം, ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഈവൻ എക്കണോമിക് ആയിട്ട് പൈസ എന്തെങ്കിലും കിട്ടുന്നുള്ള രീതിയിലേക്കുള്ള താല്പര്യം, അവർ അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കും. മുൻപ് നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഭാരതത്തിന് ഒരു ക്രൈസിസ് വരുമ്പം ഒരു സാധാരണക്കാര ആളുകളുടെ ഒരു ശക്തി നമുക്കുണ്ട്. അത് ഞാൻ ആസ് എ സൈനികൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ഉണ്ട്. അത് നിലനിൽക്കുന്നോളം കാലം നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും മുന്നോട്ട് പോവാം. അപ്പം ഇതും ഈ ഒരു പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ ലൈഫ് ടൈമിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു സമയത്തിന്റെ ഉള്ളിൽ അതിനൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഇന്ത്യയുടെ മാപ്പ് എങ്ങനെയാണോ ആ മാപ്പിലേക്ക് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരും ഇന്ത്യയുടെ ഭാഗം, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ള ഒരു ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞ 5 ഇയേഴ്സോ 10 ഇയേഴ്സോ 15 ഇയേഴ്സോ ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതിലും കൂടുതലാവാം. പക്ഷെ ഒരു ദിവസം അത് വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അല്ല, ഈ POK ജനതയെ പീഡിപ്പിക്കുന്നത്, പാകിസ്ഥാൻ ഭരണകൂടം പീഡിപ്പിക്കുന്നത്, ഒരുപക്ഷെ അവർ ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാവുമോ? അത് തന്നെയായിരിക്കും നോക്കാൻ. അതെ, അത് ഓൾറെഡി ഉണ്ട് ശ്രീ അനിൽ. നമുക്ക് തന്നെ അറിയാവുന്ന ധാരാളം അവിടുത്തെ ആക്ടിവിസ്റ്റ് അവർ ഓപ്പൺലി പറയുന്നുണ്ട് നമുക്ക് ഭാരതത്തിലൂടെ പോകണമെന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ അവർ ഭയക്കുന്നത്. അവിടെ ഓപ്പൺലി പറയുകയാണ് ഞങ്ങളെ ഭാരതത്തിനോട്. ഇൻഫാക്ട് ഇപ്പം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ ഗിൽഗിറ്റ് ബൽത്തിസ്ഥാനിൽ ഇതേപോലത്തെ പ്രശ്നം നടന്നപ്പം അവരുടെ നാര ചലോ കാർഗിൽ എന്നാണ് പറഞ്ഞത്. അവർ ചലോ കാർഗിൽ, അതായത് അവരുടെ നേരെ പോയി കഴിഞ്ഞാൽ കാർഗിലിലേക്കാണ് അവർ പോകുന്നത്. ഞങ്ങൾ കാർഗിലിലേക്ക് പോവുകയാണ്, ഞങ്ങൾ അവിടെ ഭാരതമായിട്ട് ലയിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം വരെ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ വീഡിയോസ് കണ്ടു നമ്മൾ അത്ഭുതപ്പെടും, ഇത്രയും ആളുകൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു വികാരം അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഏറ്റവും സാധാരണ ആവശ്യങ്ങളാണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നുള്ളത്. അത് വരാത്ത സമയം വരെ അവർ പാകിസ്ഥാനിന് എന്ത് ചെയ്താലും അവിടെ നിൽക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഭാരതത്തിന്റെ ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയം അത് കാണുകയും ചെയ്യും. അത്രമാത്രം ഫ്രസ്ട്രേഷൻ പാകിസ്ഥാൻ ഒക്യുപ്പൈഡിലെ കശ്മീരിലെ നമ്മളെ തന്നെ ആളുകൾക്ക് അത് വരികയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു പ്രക്ഷോഭം വളർന്ന് വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ ഏരിയയിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതിന്റെ സമയത്തിന്
നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ മിലിറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് അപ്പോഴേ ഉള്ളൂ. ആ ഒരു സമയത്തിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ശ്രീനിവാസൻ സാർ, ഒരു കാര്യം കൂടി, അതായത് POKയിലെ ഇപ്പോഴത്തെ ആഭ്യന്തര പ്രക്ഷോഭം, അതിന് പിന്നിൽ ഭാരതത്തിൻ്റെ കരങ്ങളുണ്ട് എന്നായിരിക്കുമോ പാകിസ്ഥാനും കരുതുന്നത്? അത് ഇവിടെ നിന്നാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് എന്ന് കരുതിയത് കൊണ്ടായിരിക്കുമോ അടിച്ചമർത്തുന്ന ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് പാക് ഭരണകൂടം? അല്ലാതെ അങ്ങനെ അവർ യഥാർത്ഥത്തിൽ കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ തീർച്ചയായിട്ടും അത് പറയുമല്ലോ. ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെ അവർ വിചാരിച്ചിരിക്കുന്ന ഇന്ത്യക്കാർ ചെയ്യുന്നുവെന്നാണ്. നമ്മുടെ യാദവിനെ അറസ്റ്റ് ചെയ്തത് ആ കാരണം പറഞ്ഞിട്ടാണല്ലോ, അദ്ദേഹം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ബലൂചീസ് ധാരാളം ആളുകൾ ഇറാനിലുള്ളത് കൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യ സമരം പാകിസ്ഥാനിൽ വിജയിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ പല താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ ഇന്ത്യയാണ് എന്ന് പറയുന്നത് ഒരു സാധാരണ ചാർജാണ്. ഒരു നോൺ അലൈൻ കോൺഫറൻസിൽ ബലൂചിസ്ഥാനിൽ ഇന്ത്യ ടെററിസം നടത്തുന്നു എന്നൊരു സജഷൻ വയ്ക്കുകയും അത് നമ്മൾ ഡിനൈ ചെയ്യാതിരിക്കുകയും ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ നമ്മളും അത് അറിയാം ഇതുപോലെയുള്ള ചാർജസ് നമുക്കെതിരായിട്ട് വരുമെന്ന്. പക്ഷേ അത് ഒരിക്കലും അംഗീകരിച്ചില്ല. അങ്ങനെ ചിന്തിച്ചതുപോലും തെറ്റാണെന്നും പിന്നീട് മനസ്സിലായുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു ഓവറോൾ സെറ്റിൽമെൻറ്റിൽ വരേണ്ടതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ 6 ആയിട്ടോ 7 ആയിട്ടോ വിഭജിക്കപ്പെടും എന്നാണ് അവർ ഭയപ്പെടുന്നത്. അങ്ങനെ അത് വിഭജിക്കപ്പെട്ടാൽ അത് ഇന്ത്യക്ക് നല്ലതാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവർ കരുതുന്ന തരത്തിലായിരിക്കില്ല അവർ പറയുന്നതെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ആ സംശയം കാണാതിരിക്കുകയില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം ഇൻറ്റേർണൽ മൂവ്മെൻ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, കേണൽ ഡിന്നി പറഞ്ഞതുപോലെ അതിന് ശക്തി വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും അവരെ സഹായിക്കാൻ ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കൃത്യസമയത്ത് ഭാരതത്തിൻ്റെ സുചിന്യമായ ഇടപെടലുണ്ടാവും എന്ന് തന്നെ നമുക്ക് ചെയ്യാം. മേഖലയിൽ എങ്ങും ഇല്ലാത്ത വിധം കരുത്താർജിച്ച് രാജ്യം പോയി ആചരണ ശത്രുക്കളോട് ഒരു വിധത്തിലും സന്ധി ചെയ്യാതെ തിരിച്ചടി എന്ന സമീപനമാണ് ഭാരതത്തെ വ്യതിരിക്തമാക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് സ്വീകരിച്ചുകൊണ്ട് ശക്തി തെളിയിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കാൻ ഭാരതത്തിന് നിഷ്പ്രയാസം സാധിക്കും. പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നെടുനായകത്വത്തിൽ അത് സാധ്യമാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.